നമസ്കാരം, എല്ലാവർക്കും ഇൻസ്പയർ PSCയുടെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും 10 പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 10 സിമ്പിൾ ടിപ്സിലൂടെ നമ്മൾ പഠിക്കുന്നു. സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കാരണം ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ ഇതെങ്ങനെയാണ് ചോദിക്കുന്നതെന്നും എങ്ങനെ നമുക്ക് ഉത്തരത്തിലെത്താമെന്നും. അല്ലാതെ നമ്മൾ ടോപ്പിക് വൈസുള്ള ക്ലാസ്സിനെക്കാളും നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും എന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സുകൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായി നോക്കാം. ഫസ്റ്റ് പറയുന്നു, ദ ജൂറി ഡാഷ് ഗിവൺ എ യുനാനിമസ് വെർഡിക്റ്റ് ഓഫ് നോട്ട് ഗിൽറ്റി. ഓപ്ഷൻ ഹാസ്, ഹാവ്, വെയർ, ഡു. ഈ ജൂറി എന്നുള്ളത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, സിമ്പിൾ ആയിട്ടൊരു കാര്യം മനസ്സിലാക്കാം. ജൂറി, ടീം, കമ്മിറ്റി, ഫാമിലി തുടങ്ങിയ സബ്ജക്റ്റുകൾ വന്നാൽ അത് കഴിഞ്ഞ് ഇറ്റ്സ് എന്നോ യുനാനിമസ് എന്നോ വന്നാൽ അവിടെ സിംഗുലർ ആയിരിക്കും വെർബ്. അങ്ങനെയാണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്ന ടിപ്സ് ഇതാണ്. ജൂറി, കമ്മിറ്റി, ഫാമിലി, ടീം, ഓഡിയൻസ്, പാർലമെന്റ്, ക്യാബിനറ്റ് തുടങ്ങിയ കളക്റ്റീവ് നൗൺസ് സബ്ജക്റ്റായി വന്നാൽ അത് കഴിഞ്ഞ് ഇറ്റ്സ്, യുനാനിമസ് ഇതിലേതെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ വെർബ് ആയിരിക്കും, എസ് ചേർന്ന വെർബ് ആയിരിക്കും. സെക്കൻഡ് പറയുന്നു, ഇത് കഴിഞ്ഞ് ദെയർ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പ്ലൂറൽ വെർബാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ രണ്ട് സിമ്പിൾ കൺസെപ്റ്റ്, ജൂറി, കമ്മിറ്റി, ടീം, ഓഡിയൻസ് തുടങ്ങിയ സബ്ജക്റ്റ് കഴിഞ്ഞ് ഇറ്റ്സ് എന്നോ യുനാനിമസ് എന്നോ, ഇറ്റ്സ്, യുനാനിമസ് ഏകപക്ഷീയമായി അല്ലെങ്കിൽ ഇറ്റ്സ് എന്ന് വന്നാൽ അത് കഴിഞ്ഞ് വെർബ് സിംഗുലർ ആയിരിക്കും, എസ് ചേർന്ന വെർബാണ് എഴുതേണ്ടത്. ആൻസർ ഹാസ്. ദ ജൂറി ഹാസ് ഗിവൺ എ യുനാനിമസ് വെർഡിക്റ്റ് ഓഫ് നോട്ട് ഗിൽറ്റി. ഇവിടെ വാക്ക് യുനാനിമസ്. സെക്കൻഡ് കൺസെപ്റ്റ് പറയുന്നു, ജൂറി, കമ്മിറ്റി, ടീം, ഫാമിലി കഴിഞ്ഞ് ദെയർ വന്നാൽ ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. ദെയർ വന്നാൽ അത് വ്യക്തികളെ സൂചിപ്പിക്കുന്നു, അതുകൊണ്ട് തന്നെ പ്ലൂറൽ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വെയർ ഡിവൈഡഡ് എന്ന് ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് സിമ്പിൾ ആണ്, അതിൽ വേറെ ഡീറ്റെയിൽസിലൊന്നും നമ്മൾ പോണ്ട. ജൂറി, കമ്മിറ്റി, കൗൺസിൽ, ടീം, ഫാമിലി തുടങ്ങിയ കളക്റ്റീവ് നൗൺസ് കഴിഞ്ഞ് ഇറ്റ്സ്, യുനാനിമസ് വന്നാൽ വെർബ് സിംഗുലർ, എസ് ചേർന്ന വെർബ്. അത് കഴിഞ്ഞ് ദെയർ ആണ് വരുന്നതെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, ദ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് ഡാഷ് ഡെഡ് ആർ, വെയർ, ഈസ്, ഹാവ്. ചോദ്യം, ഈ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ദ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ്, പോയറ്റും ഉണ്ട് നോവലിസ്റ്റും ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, പോയറ്റ്, നോവലിസ്റ്റ് രണ്ട് വ്യക്തികൾ, അതിനു മുന്നിൽ ആർട്ടിക്കിൾ, ദ എന്ന ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമേ ഉള്ളൂ. ഇപ്പൊ രണ്ട് സബ്ജക്റ്റുകളെ അയൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു. അവിടെ ആർട്ടിക്കിൾ എ ആൻഡ് ദ ഇവ ആവർത്തിച്ചു വന്നാൽ, രണ്ട് പ്രാവശ്യം വന്നാൽ രണ്ട് വ്യക്തികൾ പ്ലൂറൽ. എ ആൻഡ് ദ രണ്ട് പ്രാവശ്യം വന്നാൽ, എ ആൻഡ് ദ രണ്ട് സബ്ജക്റ്റിന് മുന്നിൽ വന്നാൽ അത് രണ്ട് വ്യക്തികൾ എങ്കിൽ വെർബ് പ്ലൂറൽ. സിമ്പിൾ ആണ്. ആർട്ടിക്കിൾ എ ആൻഡ് ദ ഒരു സബ്ജക്റ്റിന് മുന്നിൽ മാത്രം വന്നാൽ അത് ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു, അങ്ങനെയെങ്കിൽ വെർബ് സിംഗുലർ. ശ്രദ്ധിക്കേണ്ടതാണ്, ആർട്ടിക്കിൾ, സബ്ജക്റ്റ്, രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, രണ്ട് സബ്ജക്റ്റിന് മുന്നിൽ ആവർത്തിച്ചു വന്നാൽ അത് രണ്ട് വ്യക്തികൾ. ദ പോയറ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, ഡ്രാമറ്റിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തി, അങ്ങനെയാണെങ്കിൽ വെർബ് പ്ലൂറൽ. ആർട്ടിക്കിൾ ഒരു സബ്ജക്റ്റിന് മുന്നിൽ മാത്രം വന്നു, രണ്ടാമത്തതിന് മുന്നിൽ വന്നില്ല, ഒരു പ്രാവശ്യമേ ഉള്ളുവെങ്കിൽ അത് ഒരു വ്യക്തി. പോയറ്റ് എന്ന് പറയുന്നതും നോവലിസ്റ്റ് എന്ന് പറയുന്നതും ഒരാളാണ്, ഒരേ ആള് തന്നെയാണ് പോയറ്റും നോവലിസ്റ്റും. അങ്ങനെയാണെങ്കിൽ ഒരാൾ വെർബ് സിംഗുലർ. അപ്പൊ ആദ്യം ആർട്ടിക്കിൾ ഒരു പ്രാവശ്യമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വെർബ് സിംഗുലർ ആണ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ എസ് ചേർന്ന് വരുന്നത്, ഈസ് സിംഗുലർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ രണ്ട് സബ്ജക്റ്റിന് മുന്നിൽ ആർട്ടിക്കിൾ ആവർത്തിച്ചു വരുന്നു, അങ്ങനെയെങ്കിൽ രണ്ട് വ്യക്തികൾ, അങ്ങനെയാണെങ്കിൽ വെർബ് പ്ലൂറൽ. ആൻസർ ആർ ഡെഡ് എന്ന് ആയിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ ടിപ്സ് ഇതാണ് പറയുന്നത്, രണ്ട് സബ്ജക്റ്റുകൾ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു. ആർട്ടിക്കിൾ എ ആൻഡ് ദ രണ്ട് പ്രാവശ്യം വന്നാൽ രണ്ട് വ്യക്തി, വെർബ് പ്ലൂറൽ. ഒരു പ്രാവശ്യം വന്നാൽ ഒരു വ്യക്തി, വെർബ് സിംഗുലർ, വെർബ് സിംഗുലർ.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ചിൽഡ്രൻ ഡാഷ് സെലക്ടഡ് ടു ദ ടീം. വൺ ഓഫ്, പി എസ് സിയുടെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്, വൺ ഓഫ്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. വൺ ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് വരണം, സിംഗുലർ വെർബ് വരണം. അപ്പൊ നമുക്ക് നോക്കാം, വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ്, ചിൽഡ്രൻ പ്ലൂറൽ സബ്ജക്റ്റ് വന്നു. ഇനി സിംഗുലർ വെർബ് വരണം, എസ് ചേർന്ന് വരുന്നതാണ് സിംഗുലർ വെർബ്. ആൻസർ ഈസ്. ഫസ്റ്റ് കൺസെപ്റ്റ് വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് സിംഗുലർ വെർബ്. സെക്കൻഡ്, ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ദാറ്റ് ഡാഷ് എവർ ലീവ്ഡ്. ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, വൺ ഓഫ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റ് വന്നു. എന്നാൽ അത് കഴിഞ്ഞ് വരേണ്ടത് സ്വാഭാവികമായും സിംഗുലർ വെർബാണ്. പക്ഷേ ഇവിടെ ഒരു ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. ഈ ദാറ്റ് എന്ന് പറയുന്നത് റിലേറ്റീവ് പ്രൊനൗൺ ആണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റ്, വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് റിലേറ്റീവ് പ്രൊനൗൺ വന്നാൽ, റിലേറ്റീവ് പ്രൊനൗൺ ദാറ്റ്, ഹൂ, ഹൂം, ഹൂസ്, വിച്ച്, വാട്ട് തുടങ്ങിയ റിലേറ്റീവ് പ്രൊനൗൺസ് വന്നാൽ ഈ സ്ട്രക്ചർ മാറുന്നു. അത് കഴിഞ്ഞ് പ്ലൂറൽ വെർബേ ഉപയോഗിക്കാവൂ. അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്, വൺ ഓഫ് കഴിഞ്ഞു, പ്ലൂറൽ സബ്ജക്റ്റ് വന്നു, അത് കഴിഞ്ഞ് ദാറ്റ്, വിച്ച്, ഹൂ, ഹൂം, ഹൂസ് തുടങ്ങിയ റിലേറ്റീവ് പ്രൊനൗൺ വന്നാൽ അത് കഴിഞ്ഞ് ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ വെർബാണ്. തന്നിരിക്കുന്നതിൽ പ്ലൂറൽ വെർബ് ഹാവ് ആണ്. അപ്പൊ ഈ രണ്ട് സ്ട്രക്ചറും ഓർത്തിരിക്കുക. ഫസ്റ്റ് പറഞ്ഞു വൺ ഓഫ് കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് സിംഗുലർ വെർബ്. സെക്കൻഡ് പറയുന്നു വൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റും കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഒരു റിലേറ്റീവ് പ്രൊനൗൺ വന്നാൽ വിച്ച്, ദാറ്റ്, ഹൂ, ഹൂം, ഹൂസ് ഇത് വന്നാൽ അവിടെ ഉപയോഗിക്കുന്നു പ്ലൂറൽ വെർബ് തന്നെ ഉപയോഗിക്കണം. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെയും ആറാമത്തെയും ടിപ്സ്. സെവൻത് ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഓഫ് ബാറ്റ്സ് ഡാഷ് നോട്ട് ഗുഡ്. ഓപ്ഷൻ ആർ, വേർ, വാസ്, നൺ. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ക്വാളിറ്റിക്ക് അനുസരിച്ചാണോ നമ്മൾ വെർബ് എഴുതേണ്ടത്, അതോ ബാറ്റ്സിനനുസരിച്ചാണോ വെർബ് എഴുതേണ്ടത്? അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കൺസെപ്റ്റ്, ഒരു കൂട്ടം വാക്കുകൾ സബ്ജക്റ്റായി വന്നാൽ, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഫ്രേസ് എന്ന് പറയും, ഒരു കൂട്ടം വാക്കുകൾ സബ്ജക്റ്റിന്റെ ഫംഗ്ഷൻ നിർവഹിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ വെർബ് എഴുതേണ്ടത് ഫസ്റ്റ് പ്രിപ്പോസിഷന് മുന്നേയുള്ള നൗൺ അനുസരിച്ചായിരിക്കും. ഫസ്റ്റ് പ്രിപ്പോസിഷൻ, അതായത് ഓഫ് ആണ് ഇവിടുത്തെ പ്രിപ്പോസിഷൻ. ഈ പ്രിപ്പോസിഷന് മുന്നേ ഉള്ള നൗണിനനുസരിച്ചാണ് വെർബ് എഴുതേണ്ടത്. ഇപ്പൊ ഫസ്റ്റ് പ്രിപ്പോസിഷന് മുന്നേ ഉള്ള നൗൺ ക്വാളിറ്റി എന്നാണ് പറയുന്നത്. ക്വാളിറ്റി അൺകൗണ്ടബിൾ. അതുകൊണ്ട് തന്നെ അൺകൗണ്ടബിൾ ആണെങ്കിൽ വെർബ് സിംഗുലർ, എസ് ചേർന്ന വെർബ്. ഇപ്പൊ ഓപ്ഷൻ നോക്കാം, വാസ് ആണ് ആൻസർ. അപ്പൊ ഇവിടുത്തെ കൺസെപ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്, സബ്ജക്റ്റ് ഫ്രേസ്, ഒരു കൂട്ടം വാക്കുകൾ സബ്ജക്റ്റായി വന്നാൽ വെർബ് എഴുതേണ്ടത് ഫസ്റ്റ് പ്രിപ്പോസിഷന് മുന്നേയുള്ള നൗൺ. ഫസ്റ്റ് പ്രിപ്പോസിഷൻ അതിന് മുന്നേയുള്ള നൗൺ ക്വാളിറ്റി. ക്വാളിറ്റി മീൻസ് അൺകൗണ്ടബിൾ ആണ്, അത് സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. സെക്കൻഡ് കൺസെപ്റ്റ്, ദ പോലീസ് ഡാഷ് ക്വസ്റ്റ്യനിങ് ദ സസ്പെക്ട്. ഓപ്ഷൻ ഈസ്, ആർ, ഹാവ്, ഹാസ്. ഇവിടെ പോലീസ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അപ്പൊ നമുക്കറിയാം IPC, I, P സ്ക്വയർ, C സ്ക്വയർ. ഈ കോഡ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. I for ഇൻഫൻട്രി, P സ്ക്വയർ പോലീസ്, പീപ്പിൾ, C സ്ക്വയർ കാറ്റിൽ, ക്ലർജി. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു കോഡാണിത്. I, P സ്ക്വയർ, C സ്ക്വയർ, IPC. I ഇൻഫൻട്രി കാലാൾപ്പട, then പോലീസ്, പീപ്പിൾ, കാറ്റിൽ, ക്ലർജി. ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതർ, അതാണ് പറയുന്നത് ക്ലർജി. ഇപ്പൊ ഇത് സബ്ജക്റ്റ് ആയി വന്നാൽ അവിടെ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഇൻഫൻട്രി, പോലീസ്, പീപ്പിൾ, കാറ്റിൽ, ക്ലർജി ഇത് എപ്പോഴും പ്ലൂറൽ ആയാണ് പരിഗണിക്കപ്പെടുന്നത്. ഒറ്റ നോട്ടത്തിൽ സിംഗുലർ ആണെന്ന് തോന്നുമെങ്കിലും അത് പ്ലൂറൽ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെർബ് പ്ലൂറൽ ആയിരിക്കണം. ദ പോലീസ് ആർ ക്വസ്റ്റ്യനിങ്, ING ഫോം ആണ്, അതുകൊണ്ട് പ്ലൂറൽ ആർ ആണ് ആൻസർ. The police are questioning the suspects. ഇപ്പൊ ഇവിടെ പഠിച്ചത് രണ്ട് കാര്യങ്ങളാണ്. സബ്ജക്റ്റ് ഫ്രേസ്, ഒരു കൂട്ടം വാക്കുകൾ സബ്ജക്റ്റ് ആയി വന്നാൽ ഫസ്റ്റ് പ്രിപ്പോസിഷന് മുന്നേയുള്ള നൗണിനാണ് വെർബ് എഴുതേണ്ടത്. സെക്കൻഡ് ഒരു കോഡാണ് IPC, I, P സ്ക്വയർ, C സ്ക്വയർ. ഇൻഫൻട്രി, പോലീസ്, പീപ്പിൾ, കാറ്റിൽ, ക്ലർജി ഇത് സബ്ജക്റ്റ് ആയി വന്നാൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. ഏറ്റവും നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് പോലീസ്, പീപ്പിൾ, കാറ്റിൽ ഇത് മൂന്നുമാണ് സ്ഥിരം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കുന്നു. മെനി എ മാൻ ഡാഷ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. മെനി എ അതാണ് നമ്മുടെ കൺസെപ്റ്റ്. മെനി എ മാൻ ഡാഷ് ടെംപ്റ്റഡ് ബൈ ഗോൾഡ്. ഓപ്ഷൻ ഈസ്, ആർ, ഡിഡ്, ഹാവ്. മെനി എ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? അപ്പൊ നമുക്കൊരു സിമ്പിൾ കോഡ് ഉണ്ട്. മാസ്
MA²SS മാസ്. അതായത് മെനി എ മെനി ആൻ അങ്ങനെ വന്നാൽ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബ്. മെനി A², മെനി എ എന്ന് വന്നാലോ മെനി ആൻ എന്ന് വന്നാലോ അത് കഴിഞ്ഞ് സിംഗുലർ സബ്ജക്റ്റും സിംഗുലർ വെർബും. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, മെനി എ കഴിഞ്ഞു, സിംഗുലർ സബ്ജക്റ്റ് വന്നു, ഇനി വരേണ്ടത് സിംഗുലർ വെർബ്. തന്നിരിക്കുന്നതിൽ ഈസ് ആണ് സിംഗുലർ വെർബ്, ആൻസർ ഈസ്. ഇപ്പൊ കോഡ് സിമ്പിൾ ആണ്, മെനി എ വന്നാലും മെനി ആൻ വന്നാലും സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മെനി ഡാഷ് ആർ ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഇപ്പൊ ഇവിടെ നിയമം വീണ്ടും മാറുന്നു. മെനി എ വന്നാലോ മെനി ആൻ വന്നാലോ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബ്. എന്നാൽ മെനി മാത്രം വന്നാൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. മെനി മാത്രം വന്നാൽ, അതായത് സിമ്പിളായിട്ട് MAPP മാപ്പ് എന്നും മാസ് എന്നും പഠിക്കുക. ഇവിടെ എ മെനി എ അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഇവിടെ മെനി എന്നുള്ളതിന്റെ അത് മാപ്പ് എന്നാണ്. മെനി എന്ന് വന്നാൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. ഇപ്പൊ മെനി കഴിഞ്ഞു, പ്ലൂറൽ സബ്ജക്റ്റും വരണം പ്ലൂറൽ വെർബും വരണം. പ്ലൂറൽ വെർബ് ഉണ്ട്, ഇനി വരേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഷീപ്പ് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ? അപ്പൊ നമുക്കറിയാം ഷീപ്പ് ഡീർ തുടങ്ങിയത് സിംഗുലറും പ്ലൂറലും സെയിം വേർഡ് തന്നെയാണ്. അപ്പൊ നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഷീപ്സ് എന്നും ഷീപ്സ് എന്നും തന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്നുമില്ല പ്രയോഗങ്ങൾ, ഒറ്റ പ്രയോഗം ഷീപ്പ് ഡീർ, സിംഗുലർ പ്ലൂറൽ സെയിം. മെനി കഴിഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. ഇപ്പൊ നമുക്ക് ആൻസർ ഷീപ്പ് എന്ന് തന്നെയാണ്. ഷീപ്പ് തന്നെയാണ് പ്ലൂറൽ, അത് കഴിഞ്ഞ് പ്ലൂറൽ വെർബ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു രണ്ട് കൺസെപ്റ്റ്, മെനി എ മെനി ആൻ. സ്ക്വയർ ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബ്. ഇനി മെനി വന്നാൽ പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. രണ്ടും ചെറിയ വ്യത്യാസമേ ഉള്ളൂ, രണ്ടും സ്ഥിരം ചോദ്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ പഠിച്ച 10 ടിപ്സും ഒന്ന് ഓടിച്ചു നോക്കുന്നു. ഫസ്റ്റ് പറഞ്ഞു ജൂറി കമ്മിറ്റി, അത് കഴിഞ്ഞ് യുനാനിമസ് അല്ലെങ്കിൽ ഇറ്റ്സ് ഈ വാക്കുകൾ വന്നാൽ വെർബ് സിംഗുലർ ആയിരിക്കും. ജൂറി കമ്മിറ്റി തുടങ്ങിയ കളക്റ്റീവ് നൗൺസ് കഴിഞ്ഞ് ദെയർ ആണ് വരുന്നതെങ്കിൽ, ദെയർ എന്നുള്ള വേർഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വെർബ് പ്ലൂറൽ ആയിരിക്കും. ഇത് ഫസ്റ്റ്. സെക്കൻഡ്, ആർട്ടിക്കിൾ രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു. അതിനു മുന്നിൽ ആർട്ടിക്കിൾ 2 പ്രാവശ്യം വന്നാൽ 2 വ്യക്തികൾ പ്ലൂറൽ. 2 സബ്ജക്റ്റുകളെ ആൻഡ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു. അവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ 1 പ്രാവശ്യം വന്നാൽ 1 വ്യക്തി വെർബ് സിംഗുലർ. ആർട്ടിക്കിൾ 2 പ്രാവശ്യം വന്നാൽ 2 വ്യക്തി പ്ലൂറൽ. ആർട്ടിക്കിൾ 1 പ്രാവശ്യം വന്നാൽ 1 വ്യക്തി സിംഗുലർ. ദെൻ തേർഡ്, വൺ ഓഫ് പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. എന്നാൽ വൺ ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ സബ്ജക്റ്റ് കഴിഞ്ഞ് റിലേറ്റീവ് പ്രോനൗൺ ദാറ്റ് ഹൂം തുടങ്ങിയ റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ അത് കഴിഞ്ഞ് വെർബ് പ്ലൂറൽ ആയിരിക്കും. ദെൻ സെവൻത്, സബ്ജക്റ്റ് ഫ്രേസ്. ഒരു കൂട്ടം വാക്കുകൾ സബ്ജക്റ്റായി വന്നാൽ വെർബ് എഴുതേണ്ടത് ഫസ്റ്റ് പ്രിപ്പോസിഷന് മുന്നേയുള്ള നൗൺ. ദെൻ എയ്ത്ത് വൺ, ഐ P² C². ഇൻഫൻട്രി, പോലീസ്, പീപ്പിൾ, കാറ്റിൽ, ക്ലർജി തുടങ്ങിയവ സബ്ജക്റ്റായി വന്നാൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. ദെൻ മാസ് MASS, മെനി എ മെനി ആൻ. അത് കഴിഞ്ഞ് സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബ്. ഇനി മെനി എന്ന് മാത്രം വന്നാൽ, മെനി എന്ന് മാത്രം വന്നാൽ മാപ്പ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. ഇപ്പൊ 10 ടിപ്സ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെന്റിൽ ഏറ്റവും അധികം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ 10 എണ്ണവും. അതുകൊണ്ട് തന്നെ വ്യക്തമായി പഠിക്കുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.